അന്നാസ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക അച്ചാറാണ്. ഇതിനായി 1 കിലോ നെല്ലിക്ക, 2 കഷ്ണം ഇഞ്ചി, 3 കുടം വെളുത്തുള്ളി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 സ്പൂൺ അച്ചാർ പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ വിനാഗിരി, 200 ml നല്ലെണ്ണ, 1 സ്പൂൺ കായപ്പൊടി, 3 തണ്ട് കറിവേപ്പില. ഇതിനായി ഞാനിവിടെ 1 കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ നെല്ലിക്ക പുഴുങ്ങി വേവിച്ച് അതിലെ കുരു എല്ലാം കളഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 200 ml നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയ ശേഷം 2 കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 കുടം വെളുത്തുള്ളി അരിഞ്ഞതും 3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 4 സ്പൂൺ അച്ചാർ പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി അതിൻ്റെ ആ പച്ചമണം പോകുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 3 സ്പൂൺ വിനാഗിരി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത്
അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു ചീനച്ചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് 1/2 സ്പൂൺ കടുകും 1/2 സ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചൂടായി പൊട്ടി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് ഇതിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പൊടിച്ചു വെച്ചിരിക്കുന്നത് നമ്മളുടെ അച്ചാറിലേക്ക് ചേർത്ത് കൂടെ 1 സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ നെല്ലിക്കച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിലിത് ട്രൈ ചെയ്യുക. കൂടെ നല്ല നല്ല കമൻസും ഇട്ട് ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കൺ കാണുന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്.